ഹലോ ഗായ്സ്, ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെ എടുക്കേണ്ടതോ എന്ന് ഒന്നും തന്നെ എനിക്ക് അറിഞ്ഞൂടാ. പിന്നെയും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് എടുത്തിട്ട് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ ശരിക്കും നേരത്തെ പോകേണ്ടതായിരുന്നു ഹോസ്റ്റലിലേക്ക് തിരിച്ച്. അപ്പം വിഷ്ണുചേട്ടൻ്റെ പെട്ടെന്നാണ് നിശ്ചയം തീരുമാനിച്ചത്. അതുകൊണ്ട് കുറച്ച് ലീവ് നീട്ടി വെക്കാമല്ലോ, നിശ്ചയം കഴിഞ്ഞ് പോകാമല്ലോ. അപ്പോൾ 2 ദിവസത്തിനകം ഞാൻ പോവും തിരിച്ച്. അതിന് മുമ്പ് തന്നെ ഒരു ലോങ് വീഡിയോ ചെയ്തേക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത്. ഇന്ന് നിശ്ചയമായതുകൊണ്ട് അവിടുത്തെ ചില കാര്യങ്ങൾ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ഒരു ഡ്രസ്സാണ് ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത്. ഇതൊരു സ്കേർട്ടും ടോപ്പും പിന്നെ ഒരു ധാവണയാക്കാൻ വേണ്ടി ഒരു ഷാളും കൂടെ ഉണ്ട് ഇതിൻ്റെ കൂടെ. പിന്നെ അവസാനം പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഒരുങ്ങി തീരേണ്ട കാരണം പേരമ്മച്ചിയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞങ്ങൾ എന്നാ ചെയ്തു, പെട്ടെന്ന് കണ്ണൊക്കെ എഴുതി. ഞാൻ ഒത്തിരി നാൾക്ക് ശേഷമാണ് ഞാൻ അടി കണ്ണെഴുതുന്നത്. ഇതാണ് എൻ്റെ മുഖത്തിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ കാവ്യാണെങ്കിൽ ഈ ലിപ്സ്റ്റിക്കൊന്നും ഇടാത്തതുകൊണ്ട് അവൾക്ക് ഞാനാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നത്. പിന്നെ അമ്മയ്ക്ക് ഞാൻ എന്തൊക്കെയോ ചെയ്തു കൊടുത്തു. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുമ്പോഴത്തേന് ഒരു മുല്ലപ്പൂം കൂടെ വെച്ചപ്പോഴത്തേന് സെറ്റായി. അങ്ങനെ നേരെ ചെന്നിട്ട് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ കഴിക്കാൻ വേണ്ടി പോയി. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഒന്നും തന്നെ കഴിക്കാതെയാണ് വന്നത്. അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങേണ്ട സമയമായതുകൊണ്ട് ഞങ്ങൾ എന്നാ ചെയ്ത് പെട്ടെന്ന് തന്നെ ഇറങ്ങി. വിഷ്ണുചേട്ടൻ്റെ ഫൈനൽ ലുക്കാണ് വിഷ്ണുചേട്ടൻ്റെ. നല്ല സുന്ദരനായിട്ട് വിഷ്ണുചേട്ടൻ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കാവ്യനെ ഞങ്ങൾ അവരോട് പറഞ്ഞു വിട്ടിട്ട് ഞാനും അച്ഛനും അമ്മയും കൂടെ ട്രാവലറെ പോന്നു. പിന്നെ ഒരുപാട് നാളായി ഞാൻ ട്രാവലറെ കയറിയിട്ട്. അപ്പോൾ പിന്നെ ഇവത്തേലേക്ക് കയറാം, അവത്തെ പിന്നെ ഇടയുമില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇവത്തെ തന്നെ കയറേണ്ട വന്നു. പിന്നെ ഞാൻ നേരത്തെ എൻ്റെ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുള്ളതാണ്, ഇതുവഴി പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് യാത്ര ചെയ്തപ്പോൾ എനിക്ക് എന്നാ ചെയ്തു, നല്ല തലവേദന ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കയറി വരാൻ നേരത്തെ തന്നെ ജ്യൂസ് ഉള്ളതുകൊണ്ട് അതൊക്കെ കുടിച്ചു. പിന്നെ ഞങ്ങൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്തും അച്ഛൻ ഫസ്റ്റ് പോയത് എവിടെയാണ്, മീൻകുളത്തിലേക്കാണ്. പിന്നെ ചേച്ചി വന്നു. ചേച്ചിനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, ധാവണയൊക്കെ എടുത്തിട്ട്. പിന്നെ അവരിയ്ക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര കൂളായിട്ടിരിക്കുകയെന്ന്. പക്ഷെ അങ്ങനെയല്ല, അവർക്ക് 2 പേർക്കും നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ അടുത്തത് മോതിരം ഇടുന്ന ചടങ്ങായിരുന്നു. അത് കാണാവേ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോ എടുത്തു. ഈ ഫോണിൽ കാണിച്ചോ, അത് നമ്മുടെ അമ്മു ചേച്ചിയും ശ്രീനാഥേണ്ണുമാണ്. ഞങ്ങളിവിടെ ഫോട്ടോ ഷൂട്ടിന് വേണ്ടി വന്നേക്കാം. അവർക്കാണ് ഭയങ്കര നാളെ ഞാൻ കാണിച്ചു തരാവേ. പിന്നെ ഈ വോയിസ് തന്നെ ഞാൻ എങ്ങനെ പറഞ്ഞെന്ന് എനിക്കേ അറിയാവുള്ളൂ. കാരണം എനിക്കാണെങ്കിൽ ഇങ്ങനെ എല്ലാവരുടെ മുമ്പ് വെച്ച് വോയിസ് ഒക്കെ പറയാൻ വേണ്ടി ഭയങ്കര നാണാന്ന്. അതുകൊണ്ട് ഞാൻ പിന്നെ എന്നാ ചെയ്തു, ആരും കാണാതെ മാറിപ്പോയി നിന്നാണ് വോയിസ് ചെയ്തു. പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോയ സമയത്ത് കാവ്യ കഴിക്കാൻ പോയതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ ഫോട്ടോയും കൂടെ എടുപ്പിച്ചു. പിന്നെ ഞങ്ങൾ എന്നാ ചെയ്ത് കഴിക്കാൻ പോയി. കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ക്ഷീണമായിരുന്നേ. പിന്നെ കഴിച്ചൊക്കെ കഴിഞ്ഞും കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോരാൻ വേണ്ടി തുടങ്ങി. പിന്നെ കാവ്യ അച്ഛനും അമ്മയും കൂടെ നേരത്തെ വണ്ടിക്ക് പോയതുകൊണ്ട് എനിക്കാണെങ്കിൽ കാറായിരിക്കാൻ സീറ്റും കിട്ടി. അങ്ങനെ ഞങ്ങൾ ചേച്ചിയോടൊക്കെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നേ.